അയ്യയ്യോ! തിരുവനന്തപുരത്തെ സംഘി മേയറുടെ ഒരവസ്ഥ, ഗതികേട് നോക്കണേ. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പിടിച്ചെടുക്കുവാൻ വേണ്ടി വിശ്വഗുരുവിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. സംഭവം വിശ്വഗുരുവൊക്കെ വന്നു. പക്ഷേ വിശ്വഗുരു വന്ന വേദിയിൽ നമ്മുടെ തിരുവനന്തപുരം മേയറെ അടുപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങോട്ട് വരാം എന്ന് 1000 തവണ വി രാജേഷ് BJP നേതൃത്വത്തോട് പറഞ്ഞു. അതും രാജീവ് ചന്ദ്രശേഖരനോട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, വിശ്വഗുരു ഇരിക്കുന്ന 7 അയൽവക്കത്ത് വന്നാൽ രാജേഷിനെ കണ്ടം വഴി ഓട്ടിക്കുമെന്ന്. അങ്ങനെ വിശ്വഗുരു തിരുവനന്തപുരം എയർപോർട്ടിലെത്തി. അവിടുന്ന് റോഡ് ഷോയൊക്കെ ആയിട്ട് BJPക്കാർ മൊത്തം വലിയ ആഹ്ലാദ തിമിപ്പിൽ നിൽക്കുമ്പോൾ സംഭവം വേദിയിൽ നമ്മുടെ മേയർ മാത്രമില്ല. വല്ലാത്ത ചതിയായിപ്പോയി. പക്ഷേ ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ നമ്മുടെ മേയറോട് ചോദിച്ചപ്പോൾ, അതായത് വി രാജേഷിനോട് ചോദിച്ചപ്പോൾ, മെഴുകലോട് മെഴുകൽ. അത് എന്നെ അവർ പുറത്താക്കിയതല്ല, ഞാൻ സ്വയമേവ വേറൊരു പരിപാടി ഉള്ളത് കൊണ്ട് പോകാത്തതാണത്രേ. ആ പ്രതികരണം ഒന്ന് കേട്ടെ. നിങ്ങൾക്ക് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് തന്നെ നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് നടത്തിയ ആ ഇടപെടലുകളിലും ആ പ്രസംഗത്തിലും മേയർ തിരുവനന്തപുരത്ത് ഈ 2 സ്റ്റേജിൽ ഉണ്ടായിരുന്നാണ് ഗുണമെന്ന് ആദ്യം തന്നെ തോന്നിയില്ലേ? മുഖ്യമന്ത്രിയൊക്കെ ഒപ്പം വരും, സാധാരണഗതിയിൽ ഒപ്പം വരുന്നത് പതിവാണ്. അതായത് ഞാൻ പറയാം, മുഖ്യമന്ത്രി എന്തെങ്കിലും ചോദിക്കരുത്. ഞാൻ പറയാം, പുത്തരിക്കണ്ട മൈതാനിയിലാണ് മേയർ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഞങ്ങൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വന്നു. അപ്പോൾ 2 പരിപാടിയിലും പൂർണ്ണമായിട്ട് പങ്കെടുക്കാൻ സാധിക്കും. നിങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ വ്യാഖ്യാനങ്ങളിൽ പോകരുത്. ഞാൻ പറയട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട. പ്രധാനമന്ത്രി നേരിട്ട് വരുന്നത് സ്റ്റേജിലേക്കാണ്. വേറെ എവിടെയെങ്കിലും പോയിട്ട് വന്നെങ്കിൽ നമുക്ക് എത്താനുള്ള സമയം കിട്ടി. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. അയ്യയ്യോ, സത്യത്തിൽ ആ പ്രതികരണത്തിൽ വി രാജേഷ് കരയുകയാണ്. പുറമേ മാധ്യമങ്ങളെ കാണിക്കുവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും കരഞ്ഞു മെഴുകുകയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. കാരണം മേയറല്ലേ, അതും കൊട്ടിയാഘോഷിച്ചു കൊണ്ടുവന്ന മേയർ. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം പിടിച്ചിട്ട് ആദ്യം പറഞ്ഞ പ്രഖ്യാപനം നരേന്ദ്രമോദിയെ കൊണ്ടുവരുമെന്നായിരുന്നല്ലോ. സംഭവം മോദിയെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു, വന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ വന്ന വേദിയിൽ നമ്മുടെ മേയർക്ക് ഒരു സീറ്റ് പോലും കൊടുത്തില്ല. വിശ്വഗുരുവിൻ്റെ തൊട്ടടുത്തിരിക്കാൻ കൊടുക്കണ്ട? ആ പരിപാടി നടക്കുന്നതിൻ്റെ 7 അയൽവക്കത്തെങ്കിലും ഒരു കസേരയിട്ട് കൊടുക്കണ്ടേ? ഒന്നുമില്ലെങ്കിലും മേയറല്ലേ. പക്ഷേ അതും ചെയ്തില്ല. അതായത് സുഗുണ, മേയർ വി രാജേഷിന് പുല്ല് വിലയാണ് BJP കൊടുത്തിരിക്കുന്നത്. അതായത് മേയർ എന്നുള്ള പദവിയും ഒരു പ്രതിമയെ പോലെ മൂലക്കിരിക്കലും. ഇതാണ് സത്യത്തിൽ വി രാജേഷിൻ്റെ ജോലി. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ നൈസായിട്ട് വി രാജേഷിനെ ഒരു മൂലക്കിരുത്തിയതാണെന്ന് ആരും പറഞ്ഞു കളയല്ലേ. എന്തായാലും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന ശേഷം വി രാജേഷിൻ്റെ ഈ കരച്ചിലുണ്ടല്ലോ, അതും ആരെയും കാണിക്കാതെയുള്ള ഈ കരച്ചിൽ, എൻ്റെ പൊന്നോ, സഹിക്കാൻ പറ്റൂല കേട്ടോ.